പോയി. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ നല്ല കുനികുനീത്ത നെയ്ച്ചോറും പെപ്പർ ചിക്കൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പോൾ മുളകും പൊടി, കാശ്മീർ മുളകും പൊടിയാണ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ചെറുനാരങ്ങ നീര്, ഇതെല്ലാം നമ്മുടെ ചിക്കൻ അനുസരിച്ച് എടുത്തോളണം കേട്ടോ. പിന്നെ അങ്ങോട്ട് കോയമ്പെന്നെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതേ ബാച്ചായിട്ട് ഇങ്ങോട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു. പിന്നെ ഈ പരുവാകുമ്പോൾ അങ്ങ് കോരി മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണയൊക്കെ തന്നെ കുറച്ച് ഉണക്കമുളകും, കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മക്കളെ ചെറിയ ഉള്ളി തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് നല്ല പോലെ പച്ചമണം പോയതിൻ്റെ ശേഷം പിന്നെ കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പെപ്പർ ചിക്കൻ ആണല്ലോ അപ്പോൾ കുറച്ച് പെപ്പറും കേട്ടോ. പിന്നെ അടിക്ക് പിടിച്ചതൊക്കെ ഒന്ന് മാന്തി കൂട്ടി ഇങ്ങനെ ഇളക്കി കൊടുത്ത് പച്ചമണം പോണ വരെ ഇളക്കിയിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് നക്കി കൊടുത്താൽ കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഉപ്പ് നോക്കണം. പിന്നെ അതേ സോസ് ഇല്ലാത്തതുകൊണ്ട് ഒപ്പിക്കുക കേട്ടോ, വെള്ളം ഒഴിച്ചിട്ടാണ് സോസ് ഒഴിക്കുന്നത്. അപ്പോൾ ഇച്ചിരി സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കനും അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഉന്തും തള്ളൊക്കെ അങ്ങ് കൊടുത്തിട്ട് ഇവരങ്ങ് സെറ്റാക്കിയിട്ട് ഇതേ അടിപൊളിയാട്ടോ. പിന്നെ ഇതിങ്ങനെ തുറക്കുമ്പോൾ പിന്നെ ഇത് എനിക്ക് ഉപ്പ് നോക്കാൻ തന്നെ തികയില്ല മക്കളെ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉപ്പൊക്കെ നോക്കി വീണ്ടും ഇളക്കി. പിന്നെ ഇത് കൂക്കറി കേട്ടോ, ഇതാർക്കും കിട്ടില്ല. അപ്പോൾ ഇത് ഞാനങ്ങ് പൊക്കിയിട്ടാണ് നൈസായിട്ട്. അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്ത് വായിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ, സത്യം പറയാലോ. അപ്പോൾ ഇതിക്ക് നെയ്ച്ചോറ് തന്നെ വേണം, അല്ലെങ്കിൽ പൊറാട്ട. അപ്പോൾ ഇതിക്ക് നമ്മുടെ ചാക്കേരി ചോറൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, പൊറാട്ടയും